ട്രംപിനെക്കുറിച്ചുള്ള പരാമർശം. ഇറാനിൽ പ്രസിഡന്റ് ഒറ്റപ്പെടുന്നു. നിയുക്ത റിപ്പബ്ലിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊല്ലാൻ ഇറാൻ ഒരിക്കലും ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രസ്താവന പുറത്തുവന്നത് രാജ്യത്തിനകത്തുനിന്നും പ്രസിഡന്റിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തുന്നു. NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ട്രംപിന്റെയും അമേരിക്കൻ സർക്കാരിന്റെയും മുൻകാല അവകാശവാദങ്ങൾ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇതാണ് രാജ്യത്തെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അടക്കമുള്ളവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. നവംബറിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ ഇറാനിലെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഉത്തരവിട്ടതായാണ് ട്രംപ് ആരോപിച്ചത്. എന്നാൽ ഒരു ഇറാൻ പൗരനെ മുൻനിർത്തി ട്രംപിന്റെ വധശ്രമത്തിനു പിന്നിൽ ഇറാന് ബന്ധമുണ്ടെന്നും അമേരിക്കൻ നീതിന്യായ വകുപ്പും ചൂണ്ടിക്കാട്ടി. ട്രംപിനെ കൊല്ലാൻ ഇറാന് പദ്ധതിയുണ്ടോ എന്ന് NBC ന്യൂസിൽ ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്നായിരുന്നു ഇറാൻ പ്രസിഡന്റ് പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനൊരുങ്ങുന്ന ട്രംപ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടന്ന 2 കൊലപാതക ശ്രമങ്ങളെ അതിജീവിച്ചു. ഒന്ന് സെപ്റ്റംബറിൽ ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിൽ ഗോൾഫ് കളിക്കുന്നതിനിടയിലും മറ്റൊന്ന് ജൂലൈയിൽ ബട്ട്ലറിൽ നടന്ന റാലിയിലും വെച്ചായിരുന്നു ട്രംപിനെ വധിക്കാനായി ശ്രമം നടന്നത്. എന്നാൽ 2 സംഭവത്തിലും ഇറാന്റെ പങ്കാളിത്തത്തിന് തെളിവുകളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയില്ല. സൈബർ ഓപ്പറേഷനുകൾ ഉൾപ്പെടെ അമേരിക്കൻ കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്ന അമേരിക്കയുടെ അവകാശവാദങ്ങളും ഇറാൻ നേരത്തെ നിഷേധിച്ചിരുന്നു. പക്ഷേ ട്രംപിന്റെ വധശ്രമത്തിന് പിന്നിൽ ഇറാൻ ആണെന്നത് പരസ്യമായ രഹസ്യമാണ്. തങ്ങളുടെ സൈനിക മേധാവിയും ഇറാനിൽ ഖമേനി കഴിഞ്ഞാൽ ഏറ്റവും ജനസ്വാധീനമുള്ളയാളുമായിരുന്ന ജനറൽ ഖാസിം സുലൈമാനിയെ ഇറാഖിൽ വച്ച് കൊലപ്പെടുത്തിയതിന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപും അമേരിക്കയും കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഖമേനി പ്രഖ്യാപിച്ചിരുന്നതാണ്. അമേരിക്കയിൽ അടക്കമുള്ള ചാരന്മാർ ഇതിനാവശ്യമായ കുരുക്കുകൾ നീക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണിപ്പോൾ പ്രസിഡന്റിന്റെ പ്രസ്താവന വന്ന് രാജ്യത്തെ തന്നെ വെട്ടിലാക്കിയിരിക്കുന്നത്. പലവിധ കാരണങ്ങൾ കൊണ്ട് ഇറാൻ തീർത്തും കലുഷിതമായിരിക്കെയാണ് ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്ന് പുതിയ പ്രസിഡന്റായി പരിഷ്കരണവാദിയായ ഡോക്ടർ മസൂദ് പെസഷ്കിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഹിജാബ് നിയമത്തിൽ ഇളവുകൾ കൊണ്ടുവരുന്നതുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്ത് സാമൂഹിക പരിഷ്കരണം നടപ്പിലാക്കാൻ പെസഷ്കിയാന് എത്രത്തോളം സാധിക്കുമെന്ന് അന്നേ ചോദ്യമുയർന്നിരുന്നതാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ മത്സരിച്ച 4 സ്ഥാനാർത്ഥികളിൽ ഒരേയൊരു പരിഷ്കരണവാദിയായിരുന്നു ഡോക്ടർ മസൂദ് പെസഷ്കിയാൻ. 2021 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പരിഷ്കരണവാദികളായ സ്ഥാനാർത്ഥികളെ കൂട്ടത്തോടെ അയോഗ്യരാക്കിയിരുന്നു. ഇതേ തുടർന്ന് പരിഷ്കരണവാദികളും യുവാക്കളും അടക്കമുള്ള വലിയ വിഭാഗം തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. ഇതൊഴിവാക്കാനും അന്താരാഷ്ട്ര തലത്തിൽ തിരഞ്ഞെടുപ്പ് സുതാര്യമാണെന്ന് കാണിക്കാനും വോട്ടിംഗ് ശതമാനം ഉയർത്തേണ്ടതുണ്ട്. ഇതിനുവേണ്ടിയാണ് ഡോക്ടർ മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് സമിതി അംഗീകരിച്ചതെന്നായിരുന്നു പൊതുവിലയിരുത്തൽ. എന്നാൽ പുതിയ വെളിപ്പെടുത്തലോടെ പ്രസിഡന്റിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.